എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉള്ള മേഖലയാണോ? എവിടെയെല്ലാം വർക്ക് ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലും ഇന്ത്യക്ക് പുറമേയും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? എവിടെ നിന്ന് പഠിക്കണം? ഏത് സർട്ടിഫിക്കേഷനിൽ പഠിക്കണം? എൻ്റെ കരിയർ സെക്യൂർ ആക്കുന്ന ഒരു പോയിന്റും കൂടിയാണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ? അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്നും സ്റ്റുഡൻസിൻ്റെ ചേർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കൂടിയിട്ടുള്ള ഒരു വീഡിയോ സെഷനാണ് ഈ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോകത്തിൽ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനുഷ്യജീവൻ ഉള്ളിടത്തോളം കാലം തന്നെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഇൻഡസ്ട്രീനെ ഏറ്റവും നല്ലൊരു സെക്യൂർ ആയ ഒരു ഇൻഡസ്ട്രി എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ മാനേജ്മെന്റ് റോളിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു വിങ്ങും കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഈ വിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒന്നോ രണ്ടോ പേഴ്സൺസ് മാത്രമായിട്ടുള്ള ഒരു വിങ് അല്ല. ഇതിൽ തന്നെ HR ആയിക്കോട്ടെ, പർച്ചേസിങ് ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, ക്വാളിറ്റി കൺട്രോൾ ആയിക്കോട്ടെ, അങ്ങനെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻക്ലൂഡ് ആകുന്ന ഒരു വിങ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഇന്ന് മാനേജ്മെന്റ് ലെവലിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളതിന്റെ ഏറ്റവും മികച്ച ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി ആർക്കെല്ലാം പഠിക്കാൻ സാധിക്കും? ഒരു ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡിഗ്രി ബോട്ടണി വേണോ, അതുപോലെ തന്നെ BSc സുവോളജി വേണോ, അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. നിങ്ങൾ BBA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BA എക്കണോമിക്സ് ആയിക്കോട്ടെ, BSc മാത്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമുള്ള കാൻഡിഡേറ്റ്സിനും പഠിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾക്ക് നിരവധി ജോബ് മേഖലയിലേക്ക് തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ IBSനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി വിവിധ ഹോസ്പിറ്റലുകളിൽ തന്നെ മാനേജ്മെന്റ് റോളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ HR ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, ഗസ്റ്റ് റിലേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ QC ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സെഷൻസിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. ഇനി അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്ന് പഠിക്കണം? അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ സിലബസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്താണോ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത് ആ സിലബസിൽ വേണം ഇന്ന് ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കാനായിട്ട്. ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, NABH അക്രഡിറ്റേഷൻസ് എടുത്ത ഹോസ്പിറ്റൽസിന്റെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കുന്നതിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇന്ന് ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കുന്നതിൽ NABH ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്താണോ ഇന്നത്തെ കാലത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് കുട്ടികളെ പഠിപ്പിക്കാതെയാണ് അല്ലെങ്കിൽ പഠിക്കാതെയാണ് ഇന്ന് പല കാൻഡിഡേറ്റ്സും ഇന്ന് ഇൻഡസ്ട്രിക്ക് വരുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങളൊരു ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ കാരണം നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്ന് വ്യക്തമായി നോക്കാനുള്ള കാരണം. പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കരിയറിലേക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണോ ഞാൻ പഠിക്കണേ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ ഹോസ്പിറ്റൽ കോഴ്സിനും തിരഞ്ഞെടുക്കാനായിട്ട്. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ആണ്. കാരണം എൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തെ മാത്രം നമ്മൾ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അടുത്ത 5 വർഷമായിക്കോട്ടെ, 10 വർഷങ്ങളായിക്കോട്ടെ, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ലോകത്തിൽ എവിടെ പോയാലും നിങ്ങളുടെ പ്രൊഫൈലിന് വേണ്ടത്ര വാല്യൂ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സർട്ടിഫിക്കേഷൻ ഇന്റർനാഷണലി വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ ആണോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. കാരണം ഇന്ന് പല കുട്ടികളും നോക്കാത്ത കാര്യം അതാണ്. ഏറ്റവും ചുരുങ്ങിയ കോഴ്സിലെ ഫീസിലെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ആണ്. കാരണം ഇന്ന് കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ കോഴ്സ് ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ലോക്കൽ സർട്ടിഫിക്കേഷൻ ആണ്. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് മനസ്സിലാകുന്നത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ലോക്കൽ സർട്ടിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഠനത്തിന് മുൻപേ തന്നെ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ കരിയർ വ്യക്തമായി പ്ലാൻ ചെയ്യാൻ പറയാൻ കാരണം. അതിൽ IBSനുള്ള പ്രത്യേകം വെച്ചാൽ ഡ്യുവൽ അക്രഡിറ്റേഷൻസിലുള്ള PGDM പ്രോഗ്രാംസ് ആണ് IBSൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസിലെ അമേരിക്കൻ അക്രഡിറ്റേഷൻ ബോഡി ആയിട്ടുള്ള ISHന്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് NABT അംഗീകാരമുള്ള ഒരേ ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ IBS അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. സോ പഠിക്കുന്ന സമയത്ത് സർട്ടിഫിക്കേഷൻ മൂല്യം നിർബന്ധമായി നിങ്ങൾ നോക്കുക. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രൊഫൈലിനെ എന്നും ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം മികച്ച പ്ലേസ്മെന്റ് ട്രെയിനിങ്. കാരണം സർട്ടിഫിക്കേഷനും അറിവും എല്ലാം നേടിയതിനൊപ്പം തന്നെ മികച്ച പ്ലേസ്മെന്റ് ട്രെയിനിങ്ങോട് നിങ്ങൾ എടുത്താൽ മാത്രമേ ഇന്ന് ഓരോ ഹോസ്പിറ്റലിലും വേണ്ട പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ മികച്ച ഹോസ്പിറ്റൽ അഡ്മിഷൻ പ്രോഗ്രാം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാം എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളതും എന്തുമാത്രം അറിവ് നേടി എന്നുള്ളതും നിങ്ങളുടെ കരിയറിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ കരിയർ ഹോസ്പിറ്റൽ അഡ്മിഷൻ മേഖലയിലേക്ക് കരിയർ വെക്കാനായിട്ട്. ഇതെല്ലാം നിങ്ങളുടെ കരിയറിനെ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്.